ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് റിവ്യൂ നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നാളെ നടക്കാൻ പോകുന്ന ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിന്റെ സമയം പറഞ്ഞുകൊണ്ട് സ്മാക്ക് ഡൗൺ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പ്രഡിക്ഷൻ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത് 4:30 മെയിൻ ഷോ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. എന്നാൽ സോണി സ്പോർട്സ് 3:30 ഷോ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കിക്ക് ഓഫ് ആയിരിക്കുമെന്നാണ് ആദ്യം വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ അത് മെയിൻ ഷോ ആവാനാണ് ചാൻസ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 3:30 മുതൽ രാവിലെ 7:30 വരെയാണ് ലൈവ് കൊടുത്തിട്ടുള്ളത്, ഏകദേശം 4 മണിക്കൂർ. അതുകൊണ്ട് തന്നെ 3:30 4 മണിയോട് കൂടിയിട്ട് മെയിൻ ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മറക്കാതെ ആ സമയത്ത് കാണുക. ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഫെനോമിനൽ 1 AJ സ്റ്റൈൽസിന്റെ റിട്ടേൺ ആണ് കാണിച്ചത്. അപ്പോൾ AJ സ്റ്റൈൽസ് ഇപ്രാവശ്യം ഒരു ഫേസ് ടേൺ ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അതായത് കോഡി റോഡ്സിനെതിരെ ഹീൽ ടേൺ ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്ത് കോഡി റോഡ്സിനെ പറ്റിച്ച കാര്യത്തെ പറ്റിയെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. AJ സ്റ്റൈൽസ് വന്നതിന് ശേഷം താൻ ഇവിടെ വന്നിട്ട് കുറച്ച് മാസങ്ങളായി, അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയെല്ലാം AJ സ്റ്റൈൽസ് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കാർമെലോ ഹെയ്സ് വരുന്നതായിട്ടും സ്വയം AJ സ്റ്റൈൽസിനോട് കാർമെലോ ഹെയ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിട്ടും AJ സ്റ്റൈൽസ് പോയ സമയത്ത് താനാണ് സ്മാക്ക് ഡൗണിൽ പിടിച്ചു നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൺഡ്രാഡനെ 3 പ്രാവശ്യം തോൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ലെവലിലൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ AJ സ്റ്റൈൽസ് ഒരു ലെജൻഡ് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് AJ സ്റ്റൈൽസിനെ കളിയാക്കുന്നുണ്ട്. അതായത് AJ സ്റ്റൈൽസിന് പ്രായമായി എന്നൊക്കെ മെൻഷൻ ചെയ്ത് അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റിയും കാർമെലോ ഹെയ്സ് ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ AJ സ്റ്റൈൽസ് LA നൈറ്റിനോടൊപ്പം മുൻപ് നടന്ന മാച്ചിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കാർമെലോ ഹെയ്സ് പറയുന്നുണ്ട്, നിന്റെ യാതൊരു ഉപദേശവും എനിക്ക് വേണ്ട എന്നൊക്കെ. പിന്നീട് ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ LA നൈറ്റ് അവിടെ വന്നുകൊണ്ട് കാർമെലോ ഹെയ്സിന് ഒരു ഓഫർ കൊടുക്കും. അതായത് AJ സ്റ്റൈൽസുമായിട്ട് ഇപ്പോൾ ഒരു സിംഗിൾസ് മാച്ച് വയ്ക്കും. ആ മാച്ചിൽ കാർമെലോ ഹെയ്സ് വിൻ ചെയ്യുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് തരാമെന്നും പിന്നീട് ഈ ഒരു മാച്ച് കൺഫേമായി LA നൈറ്റ് റഫറി എല്ലാം റിങ്ങിലേക്ക് വിടും. അതിനുശേഷം ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു, AJ സ്റ്റൈൽ വേഴ്സസ് കാർമെലോ ഹെയ്സ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് AJ സ്റ്റൈൽസ് ഒരു ഹൈ ഫ്ലൈ മൂവ് ട്രൈ ചെയ്യുമ്പോൾ കാലിൽ ഇഞ്ചുറി പറ്റിയതുപോലെ കാണിച്ചു എങ്കിലും മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ കാർമെലോ ഹെയ്സ് അറ്റാക്ക് ചെയ്യുമ്പോൾ റഫറി ആ ഒരു മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടും AJ സ്റ്റൈൽസിന് ഇഞ്ചുറി സംഭവിച്ചു എന്ന് പറഞ്ഞ് കാർമെലോ ഹെയ്സ് ആ മാച്ച് വിൻ ചെയ്തതായിട്ട് റഫറി അനൗൺസ് ചെയ്യും. പിന്നീട് AJ സ്റ്റൈൽസ് പരിക്ക് പറ്റിയ കാര്യമായി ബാക്ക് സ്റ്റേജിലോട്ട് പോകുന്നതായിട്ടും അതേസമയം കാർമെലോ ഹെയ്സ് റിങ്ങിൽ നിന്ന് സന്തോഷിക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ LA നൈറ്റ് റിങ്ങിൽ കയറി കാർമെലോ ഹെയ്സിന് ഒരു BFT കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റുകളിൽ AJ സ്റ്റൈൽസിന്റെ പരിക്ക് പറ്റിയ കാര്യത്തെ പറ്റിയെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ AJ സ്റ്റൈൽസിന്റെ ഈ ഒരു ഇഞ്ചുറി WWE ക്രിയേറ്റ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഇത് ശരിക്കും ഇഞ്ചുറി സംഭവിച്ചതായിട്ട് തോന്നിയില്ല, പക്ഷെ ശരിക്കുമുള്ള ഇഞ്ചുറി പോലെയാണ് ഇവർ കാണിക്കുന്നത്. ജസ്റ്റ് സ്റ്റോറി ലൈനായിട്ടാണ് തോന്നിയത്. കാരണം ഈ മാച്ചിൽ AJ സ്റ്റൈൽസ് വിൻ ചെയ്താൽ വീണ്ടും LA നൈറ്റിന്റെ കൂടെയൊക്കെ മാച്ച് വരേണ്ടി വരും. കാർമെലോ ഹെയ്സ് ക്ലീൻ ആയിട്ട് വിൻ ചെയ്യാനും പാടില്ല. അങ്ങനെ ഒരു ടൈപ്പിൽ ഈ മാച്ച് അവസാനിപ്പിച്ചതായിരിക്കും, അതല്ലാതെ ഇഞ്ചുറി ഒന്നും ഉണ്ടാകില്ല. ഇതുപോലെ WWE നിറയെ സ്റ്റോറി ലൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കാം. അതിനുശേഷം മിച്ചിൻ വേഴ്സസ് ചെൽസി ഗ്രീൻ ഇവർക്ക് തമ്മിലുള്ള ഡംസ്റ്റർ മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഈ മാച്ച് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ചാണ്. അതുപോലെ തന്നെ മാച്ചിന്റെ റൂൾസ് റിംഗ് സൈഡിൽ വെച്ചിട്ടുള്ള ആ ഒരു പെട്ടിയിൽ എതിരാളിയെ ഇട്ടുകൊണ്ട് അടയ്ക്കണം, എന്നാൽ മാത്രമേ മാച്ച് വിൻ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ഈ മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് പോയി. മാച്ചിന്റെ പകുതിക്ക് വെച്ച് മിയമിനെ ആ ഒരു പെട്ടിയിലേക്ക് ഇട്ടുകൊണ്ട് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും MIM അതെല്ലാം തടഞ്ഞുകൊണ്ട് വീണ്ടും അവിടെയുള്ള ട്രഷ് ക്യാൻ പോലെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ചെൽസി ഗ്രീനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിരുന്നു. ഈ ഒരു മാച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൈപ്പർ നിവിൻ വന്നുകൊണ്ട് മിച്ചിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. പൈപ്പർ നിവിൻ നേരെ ആ ഒരു ബോക്സിന്റെ മുകളിലേക്കെല്ലാം പോയി അവിടെ വീഴുന്നതായിട്ട് കാണിച്ചിരുന്നു. അവസാനം ആ ഒരു ബോക്സിന്റെ മുകളിൽ വെച്ച ടേബിളിന്റെ മുകളിലേക്ക് ചെൽസി ഗ്രീൻ മിച്ചിനെ എടുത്ത് അടിക്കാൻ നോക്കിയെങ്കിലും മിച്ചിൻ അത് റിവേഴ്സ് ചെയ്ത് അങ്ങനെ തന്നെ ചെൽസി ഗ്രീനെ എടുത്തുകൊണ്ട് ഒരു പവർ ബോം ഫിനിഷർ ബോക്സിന് മുകളിൽ വെച്ചിട്ടുള്ള ടേബിളിന്റെ മുകളിലേക്ക് എല്ലാം അടിച്ചുകൊണ്ട് ഇതിന്റെ അവസാനം ഒരു വേറെ ലെവൽ സംഭവമാക്കി മാറ്റി. പിന്നീട് ആ ഒരു ബോക്സ് ക്ലോസ് ചെയ്ത് ഈ മാച്ചിൽ മിച്ചിനാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അതായത് ഈ ഒരു റെസ്ലർ ഏത് മാച്ച് ചെയ്താലും ആ മാച്ചിലൊക്കെ തോൽക്കുന്നതായിട്ടാണ് WWE കാണിക്കാറുള്ളത്. എന്നാൽ ഈ അടുത്ത് ഇപ്പോൾ 2-3 മാച്ചൊക്കെ വിൻ ചെയ്ത്
നല്ല രസമായിട്ട് ഈ റെസ്ലർ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. മാച്ചും നല്ല മാച്ചായിരുന്നു, ക്ലൈമാക്സും സെറ്റായിട്ടുണ്ട്. പിന്നീട് നയോമി നാളെ നടക്കാൻ പോകുന്ന ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ ജെഡ് കാർഗിൽ, ബിയാങ്ക ബെലർ ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഷോ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയെല്ലാം ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി കാണിച്ചു. അതിനുശേഷം വുമൺസ് വേൾഡ് ചാമ്പ്യൻ നയ ജാക്സ് വേഴ്സസ് ബെയ്ലി ഇവരുടെ സെഗ്മെന്റ് നടന്നു. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ടിഫനി സ്ട്രാറ്റൻ ബെയ്ലിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ബെയ്ലി തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും പിന്നീട് നയ ജാക്സ് ബെയ്ലിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ലീഡ് ചെയ്യാൻ നോക്കിയെങ്കിലും ബെയ്ലി മാറി നയ ജാക്സിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. അതായത് ടിഫനി സ്ട്രാറ്റന്റെ മണി ഇൻ ദി ബാങ്ക് വെച്ചുകൊണ്ട് ഈ സെഗ്മെന്റിന്റെ അവസാനം ടിഫനി സ്ട്രാറ്റൻ ബെയ്ലി എല്ലാം പോയതിനു ശേഷം ആ ഒരു മണി ഇൻ ദി ബാങ്ക് എടുത്ത് നയ ജാക്സിനെതിരെ കാഷിംഗ് ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചുവെങ്കിലും നയ ജാക്സ് റിങ് വിട്ട് ഇറങ്ങിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ടിഫനി സ്ട്രാറ്റനും മണി ഇൻ ദി ബാങ്കും ഭയങ്കരമായിട്ട് ബോറടിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതായത് കാഷിംഗ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടാണ്. നാളത്തെ ബാഡ് ബ്ലഡിലും ഈ ഒരു കാഷിംഗ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ ഡൗട്ടാണ്. ഈ സെഗ്മെന്റിന് ശേഷം നയോമി വേഴ്സസ് ടിഫനി സ്ട്രാറ്റൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ നയോമി ഫിനിഷർ ചെയ്തപ്പോൾ ടിഫനി സ്ട്രാറ്റൻ മാറുന്നതായിട്ടും അതേപോലെ തന്നെ ടിഫനി സ്ട്രാറ്റൻ മൂൺസോൾട്ട് ചെയ്തപ്പോൾ നയോമി മാറുന്നതായിട്ടെല്ലാം മാച്ചിൽ കാണിച്ചിട്ടുണ്ട്. അവസാനം ടിഫനി സ്ട്രാറ്റൻ നയോമിയെ റോൾ പിൻ ചെയ്യാൻ നോക്കിയെങ്കിലും നയോമി ടിഫനി സ്ട്രാറ്റനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ നയോമിയാണ് വിൻ ചെയ്തത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ എപ്പോഴത്തെയും പോലെ വുമൺസ് ചാമ്പ്യൻ നയ ജാക്സ് ടിഫനി സ്ട്രാറ്റനോട് പറയുന്നത് യാതൊരു കാരണവശാലും തൻ്റെ അടുത്ത് മണി ഇൻ ദി ബാങ്ക് കാഷ് ഇൻ ചെയ്യരുത് എന്നാണ്. അതിന് പകരം ലിവ് മോർഗൻ, റിയ റിപ്ലി ഇവർക്ക് നടക്കുന്ന മാച്ചിൽ പോയി കാഷ് ഇൻ ചെയ്യാനൊക്കെ ആയിട്ട് ടിഫനി സ്ട്രാറ്റനോട് പറയുന്നുണ്ട് നയ ജാക്സ്. അവസാനം സ്മാക്ക് ഡൗണിൽ നടന്നത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ലാഡർ മാച്ചാണ്. അതും സാധാരണ മാച്ചായിട്ടല്ല, ട്രിപ്പിൾ ത്രെഡ് മാച്ചായിട്ടാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് ടാഗ് ടീം ചാമ്പ്യൻസായ ബ്ലഡ് ലൈൻ വേഴ്സസ് DIY ആൻഡ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ മാച്ചിന് മറ്റൊരു പ്രത്യേകതയും ഉണ്ട്, അതെന്താണെന്ന് അവസാനം പറയാം. മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിലെ ഏഞ്ചലോ ഡോക്കിൻസ് റിങ്ങിന് പുറത്ത് നിൽക്കുന്ന ബ്ലഡ് ലൈൻ ടീമിന്റെ മുകളിലേക്ക് അതായത് ലാഡറിന്റെ മുകളിലേക്ക് എല്ലാം ജമ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ലൈൻ ടീം ഇവരെല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് ചെയറെല്ലാം എടുത്ത് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ കൂടെയുള്ള ബി ഫാബ് ചെയർ തിരികെ വാങ്ങുന്നതായിട്ടും ശേഷം ജോണി കറിഗനോ മോൾഡക്സ് ബോർഡ് ടീമെല്ലാം ബ്ലഡ് ലൈനിന് നിറയെ ചെയർ ഷോട്ട് ചെയ്യുന്നതായിട്ടും ടോങ്കോ ലോവയെ ടേബിളിൻ്റെ മുകളിൽ പിടിച്ചു കൊടുത്ത് മോൾഡക്സ് ബോർഡിനെ കൊണ്ട് ജമ്പ് ചെയ്ത് ആ ടേബിൾ ഉൾപ്പെടെ പൊട്ടിക്കും. അതുപോലെ തന്നെ ടോമോ ടോങ്കയെ കമന്ററി ടേബിളിൻ്റെ മുകളിലേക്ക് ഇവർ എപ്പോഴും ചെയ്യുന്നത് പോലെ പവർ ബോം ഫിനിഷർ ചെയ്ത് അവരെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് DIY സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയി എങ്കിലും രണ്ട് ടീമും ലാഡറിന് മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് വീണ്ടും ടോങ്കോ ലോവ റിങ്ങിലേക്ക് കയറി വന്ന് ഇവരെ രണ്ട് ടീമിനെയും അവിടെ വെച്ചിട്ടുള്ള രണ്ട് ലാഡറിന്റെ മുകളിലേക്ക് എല്ലാം തട്ടിയിട്ട് അവസാനം ടോങ്കോ ലോവ ലാഡറിന്റെ മുകളിൽ കയറി ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് ഈ മാച്ചിൽ ബ്ലഡ് ലൈൻ ടീമാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിന്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ ഈ മാച്ചിൽ ഒരാൾ പോലും വരാതെ ഒരു ഡിസ്റ്റർബും ചെയ്യാതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. മാച്ചിന്റെ അവസാനമൊക്കെ ആയപ്പോൾ ജേക്കബ് ഫാട്ടു എവിടുന്നെങ്കിലും പറന്നു വരുമെന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ തനിയെ വന്നുകൊണ്ട് മാച്ചെല്ലാം ചെയ്ത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകുന്നത് പോലെയാണ് ഇന്ന് ബ്ലഡ് ലൈൻ ടീമിനെ കാണിച്ചിട്ടുള്ളത്. അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആരും വരാത്തത് കൊണ്ട് തന്നെ ഈ മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നീട് ട്രൈബൽ ചീഫ് സോളോ സിക്കാവ അതുപോലെ തന്നെ ജേക്കബ് ഫാട്ടു എല്ലാം വന്നുകൊണ്ട് സ്മാക്ക് ഡൗൺ എൻട്രി കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ WWE ചാമ്പ്യൻ കോഡി ഇല്ല, റോമൻ റെയിൻസ് ഇല്ല, റാൻഡി ഓർട്ടൻ ഇല്ല, കെവിൻ ഓവൻസ് ഇല്ല. ഇങ്ങനെയാണ് സ്മാക്ക് ഡൗൺ നടന്നിട്ടുള്ളത്.